ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഒരു യൂട്ടറ്റിക് സിസ്റ്റം എങ്ങനെയാണ് എളുപ്പത്തിൽ മനസ്സിലാക്കുക, അതിൽ എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകം ഓർക്കേണ്ടത്, അത് വളരെ ബ്രീഫായിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു യൂട്ടറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു 2 കമ്പോണൻറ്റ് സിസ്റ്റമാണ്. കമ്പോണൻറ്റ് എ, കമ്പോണൻറ്റ് ബി. ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ 2 ആക്സിസ് എടുക്കുന്നു. ഇവിടെ പ്രഷർ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു അസംഷനിലാണ് നമ്മൾ ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. പ്രഷർ മാറുന്നില്ല, ടെമ്പറേച്ചർ മാത്രം വേരി ചെയ്യുന്നു. അതുപോലെ തന്നെ കോമ്പസിഷൻ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 100% എ, അതായത് ഇത് പ്യുവർ എ ആണ്. അതുപോലെ ഇവിടെ 100% ബി, രണ്ടാമത്തെ കമ്പോണൻറ്റ് പ്യുവറായിട്ടിരിക്കുന്നതാണ് ഈ കർവ് കാണിക്കുന്നത്. ഇനി ഈ കർവിൽ എന്താണ്, അതുപോലെ ഈ കർവിലും എന്താണ്? ഈ 2 കർവിനും എബോവ് ആയിട്ട് കാണിക്കുന്നത് എയുടെയും ബിയുടെയും ഒരു മിക്സ്ചറാണ്, പക്ഷേ അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഒരു ലിക്വിഡ് മെൽറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് മിക്സ്ചർ ഓഫ് എ ആൻഡ് ബി വിത്ത് വേരിയിങ് കോമ്പസിഷൻ. ഇതിൻ്റെ കോമ്പസിഷൻ അറിയാനായിട്ട് നമ്മൾ ഈ ഒരു ഇത് എടുക്കുകയാണെങ്കിൽ, ഇവിടെ ഉള്ള ഒരു മിക്സ്ചർ കോമ്പസിഷൻ എടുക്കുകയാണെങ്കിൽ അത് എത്രയാണെന്ന് അറിയാൻ ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പം അവിടെ എയുടെ പെർസെൻറ്റേജ് എത്രയാണ്, അതുപോലെ ബിയുടെ ഇവിടെ എയുടെ പെർസെൻറ്റേജ് ഹൈ ആയിരിക്കും, ബിയുടെ പെർസെൻറ്റേജ് കുറവായിരിക്കും. 0% ബി ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏതൊരു മിക്സറിൻ്റെയും കോമ്പസിഷൻ അറിയാനായിട്ട് അതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്ത് ഈ കർവിലോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അതിൻ്റെ കോമ്പസിഷൻ അറിയാം. ഇനി ഈ 2 കർവിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന ഒരു കോമ്പസിഷൻ എടുക്കുക, ഒരു ലിക്വിഡ് മെൽറ്റ് എടുക്കുന്നു. അതിൻ്റെ കോമ്പസിഷൻ അറിയാനായിട്ട് നമ്മൾ ഈ ആക്സിസിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റെ കോമ്പസിഷൻ കിട്ടും. എ എത്ര പെർസെൻറ്റേജ് ആണ്, ബി എത്ര പെർസെൻറ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ, എ ഒരു 90%, ബി ഒരു 10% ഉള്ള ഒരു ലിക്വിഡ് മിക്സ്ചർ, ഒരു ലിക്വിഡ് മെൽറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തെന്ന് വയ്ക്കുക. അതിൻ്റെ ടെമ്പറേച്ചർ ആക്സിസ് ഇതാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ ഈ ടെമ്പറേച്ചറിൽ തുടങ്ങി ഈ ടെമ്പറേച്ചർ ലോവർ ചെയ്ത് വരികയാണ്. കൂൾ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അത് ലിക്വിഡ് മെൽറ്റിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വന്ന് ഈ ഒരു പോയിൻ്റിൽ, ഈ കറസ്പോണ്ടിങ് ടെമ്പറേച്ചറിൽ വരുമ്പോഴത്തേക്ക് അവിടെ എ അതിനകത്തുനിന്ന് സോൾഡിഫൈ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്താണ്, അതിലെ ഇവിടെയുള്ള മെൽറ്റിനകത്ത് എയുടെ കോമ്പസിഷൻ കുറയുകയും ബിയുടെ കോമ്പസിഷൻ കൂടി വരികയും ചെയ്യും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഈ ഡയറക്ഷനിലായിരിക്കും മാറുന്നത്. അപ്പോൾ കൂടുതൽ എ സെപ്പറേറ്റ് ചെയ്ത് വന്നിട്ട് അവസാനം അതിൽ ഇവിടെ എത്തുമ്പം ബിയും കൂടെ അതിനകത്ത് സെപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഈ പോയിന്റിലെത്തുമ്പം എയും ബിയും ഒരു നിശ്ചിത പ്രൊപ്പോർഷനിലായിരിക്കും അതിനകത്തുള്ളത്. ഈ ഒരു പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ സോൾഡിഫൈ ചെയ്തിരിക്കുന്ന സോളിഡിൽ എയും ബിയും ഏത് കോമ്പസിഷനിലാണോ ഉള്ളത് അതേ കോമ്പസിഷൻ തന്നെയായിരിക്കും ലിക്വിഡ് മെൽറ്റിലും ഉള്ളത്. ഇവിടെ നമ്മൾ കണ്ടത് എയുടെയും ബിയുടെയും ലിക്വിഡ് മെറ്റലിനകത്തുള്ള കോമ്പസിഷൻ ആയിരിക്കില്ല ഇവിടെ, കാരണം ഇവിടെ സോളിഡ് എ മാത്രമേ ഉള്ളൂ. ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട് ലിക്വിഡ് മെൽറ്റിൽ, ഇവിടെ സോളിഡ് എ മാത്രം. പക്ഷേ ഈ ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ടെമ്പറേച്ചർ നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് റെപ്രസെൻ്റ് ചെയ്ത്, ഈ ടെമ്പറേച്ചറിൽ സോളിഡ് എയും കാണും, സോളിഡ് ബിയും കാണും. അതിൻ്റെ കോമ്പസിഷൻ എത്രയാണോ, എത്ര പെർസെൻറ്റേജാണ് ഇത് രണ്ടും ഉള്ളത്, അത്രയും തന്നെയാണ് ലിക്വിഡ് മെറ്റലും ഇരിക്കുന്നത്. അതായത് ഇതൊരു പ്യുവർ കോമ്പൗണ്ടിനെ പോലെ ബിഹേവ് ചെയ്യും, ഒരു ട്രൂ മെൽറ്റിംഗ് പോയിൻറ്റിനെ പോലെ കാണിക്കും. ഈ എ ബി മിക്സ്ചറിന് ലിക്വിഡ് സ്റ്റേറ്റിലും സോളിഡ് സ്റ്റേറ്റിലും ഒരേ കോമ്പസിഷനായിട്ട് കാണിക്കും. അപ്പം നമുക്ക് ഈ കർവിനെ നമുക്ക് ഇങ്ങനെ ഇതൊരു പ്യുവർ സബ്സ്റ്റൻസ്, ഇത് മറ്റൊരു എ ബി എന്നുള്ളൊരു പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പം ആ എ ബി എന്നുള്ള പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കോമ്പസിഷൻ കർവായിട്ട് ഇതും എടുക്കാം, എയുടെ കോമ്പസിഷൻ കർവായിട്ട് ഇതും എടുക്കാം. ആ രീതിയിലാണ് ഇതിനെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ ഒരു ഹാഫും അതുപോലെയാണ്. ഇവിടെ പ്യുവർ ബിയും ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു കോമ്പൗണ്ട് പോലെ ഇരിക്കും. അങ്ങനെയാണ് ഇത് ആക്ച്വലി കോമ്പൗണ്ട് ഫോർമേഷൻ അല്ല, ഒരു മിക്സ്ചറാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ടെമ്പറേച്ചറാണ് ഈ കർവിലെ ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും സോളിഡും ഇക്വിലിബ്രിയത്തിൽ വരുന്നതാണ്. അപ്പോൾ ലിക്വിഡും സോളിഡും ഇക്വിലിബ്രിയത്തിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ പോയിൻ്റാണ് ഈ പോയിൻ്റ്. അതുകൊണ്ട് അതിനെ നമ്മൾ യൂട്ടറ്റിക് പോയിൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ യൂട്ടറ്റിക് പോയിൻ്റിലാണ് നമുക്ക് 2 സോളിഡുമുണ്ട്, ഒരു ലിക്വിഡുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫേസ് റൂൾ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഫേസ് റൂളാണ്. F = C - P + 1. കാരണം ഇവിടെ നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞ വേരിയബിളിനെ കളഞ്ഞു. F = C - P + 2 എന്ന് പറയുമ്പോൾ നമ്മൾ പ്രഷറും കൂടെ ചേർത്തിട്ടുള്ള ഇതാണ് എടുത്തിരുന്നത്. അപ്പോൾ പ്രഷർ ഇവിടെ ഒഴിവാക്കിയുകൊണ്ട് നമുക്ക് ഒരു വേരിയബിൾ മതി.
അതിനെയാണ് നമ്മൾ റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പോണൻറ്റ് 2 ആണ്, എ ബി 2 കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 മൈനസ് ഇവിടെ വരുന്ന ഫേസ് എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസ് ഉണ്ട്, 2 സോളിഡ് ഫേസ് ഉണ്ട്. അപ്പോൾ 3 ആണ്, പ്ലസ് 1. അപ്പം 2 മൈനസ് 3 മൈനസ് 1 പ്ലസ് 1 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു 0 വേരിയൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻവേരിയൻറ്റ് പോയിൻ്റാണ്, നമ്മുടെ ട്രിപ്പിൾ പോയിൻ്റ് പോലെയുള്ള. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ട ഈ ഒരു പോയിൻ്റാണ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് എങ്കിൽ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിന് താഴെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ യൂട്ടറ്റിക് മിക്സ്ചറിനെ കാണാൻ പറ്റും. ഈ യൂട്ടറ്റിക് മിക്സ്ചർ, അപ്പോൾ ഇവിടെ ഈ ഒരു കോമ്പസിഷൻ എത്രയാണോ, ഈ കോമ്പസിഷൻ A:B അതിനൊരു പർട്ടിക്കുലർ കോമ്പസിഷനാണ്, അതാണ് യൂട്ടറ്റിക് കോമ്പസിഷൻ എന്ന് പറയുന്നത്. ആ യൂട്ടറ്റിക് കോമ്പസിഷനിലുള്ളൊരു മിക്സ്ചർ ഇവിടെ എല്ലാം കാണാം. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിന് താഴെ ഈ ഒരു കോമ്പസിഷനുള്ളതിനെ നമ്മൾ കൂൾ ചെയ്ത് കൊണ്ടുവന്നാൽ ഇവിടെ സോളിഡ് A കാണും, പ്ലസ് ആ യൂട്ടറ്റിക് കോമ്പസിഷൻ അല്ലെങ്കിൽ ആ യൂട്ടറ്റിക് മിക്സ്ചറും അവിടെ കാണും. ഇവിടെ കൊണ്ടുവന്നാൽ സോളിഡ് B അവിടെ കാണും, അതുപോലെ അതിൻ്റെ കൂടെ യൂട്ടറ്റിക് മിക്സ്ചറും കാണും. ഇവിടെ യൂട്ടറ്റിക് മിക്സ്ചർ മാത്രം കാണും. ഇതാണ് ഈ കർവിൻ്റെ പ്രത്യേകത. സോ യൂട്ടറ്റിക് സിസ്റ്റം, ഇവിടെ നമുക്ക് ലെഡ് ആൻഡ് സിൽവർ 2 കമ്പോണൻറ്റ് സിസ്റ്റം ഇതിനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ പൊട്ടാസ്യം അയഡൈഡ് വാട്ടർ സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് ലെഡ് സിൽവർ സിസ്റ്റം, അതുപോലെ പൊട്ടാസ്യം അയഡൈഡ് വാട്ടർ സിസ്റ്റം, ഇത് രണ്ടും ഇതേപോലെ യൂട്ടറ്റിക് സിസ്റ്റത്തിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇത് ഒരു ഫ്രീസിങ് പോയിൻറ്റ് കർവാണ്, ഇതും ഒരു ഫ്രീസിങ് പോയിൻറ്റ് കർവാണ്. കാരണം എന്ന് വെച്ചാൽ ലിക്വിഡും സോളിഡും ഇക്വിലിബ്രിയത്തിലാണ്, പക്ഷേ ഇത് ഡിഫറെൻറ്റ് സോളിഡാണ്. ഈ ഒരു ലിക്വിഡ് മെൽറ്റും ഒരു A എന്ന് പറയുന്ന സോളിഡും, ഇത് ലിക്വിഡ് മെൽറ്റും B എന്ന് പറയുന്ന സോളിഡും. ഈ സോളിഡിൻ്റെ കോമ്പസിഷനും ഈ ലിക്വിഡിൻ്റെ കോമ്പസിഷനും ഇവിടെ എല്ലാം ഡിഫറെൻ്റാണ്, ഈ ഏരിയയിലെല്ലാം ഡിഫറെൻ്റാണ്. ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യുന്ന സോളിഡിനും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലിക്വിഡിനും ഒരേ കോമ്പസിഷനാണ്. അതുകൊണ്ടൊരു പ്യുവർ കോമ്പൗണ്ടിനെ പോലെ അത് ബിഹേവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ രണ്ട് ഹാഫ്, ആക്ച്വലി ഹാഫ് അല്ല, എന്നാലും 2 പാർട്ടായിട്ട് എടുക്കാം. ഇതൊരു പാർട്ടായിട്ടും ഇതൊരു സെക്കൻഡ് പാർട്ടായിട്ടും നമുക്ക് ഈ യൂട്ടറ്റിക് സിസ്റ്റത്തെ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പസിഷനാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ സിസ്റ്റത്തിലും സൾഫർ സിസ്റ്റത്തിലും പ്രഷറും ടെമ്പറേച്ചറും ആയിരുന്നു പ്ലോട്ട് ചെയ്തത്. ഇവിടെ നമ്മൾ പ്രഷറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറ്റി വയ്ക്കുകയും അതുകൊണ്ട് റെഡ്യൂസ്ഡ് ഫേസ് റൂൾ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഏരിയയിൽ ഒരു സോളിഡ് A മാത്രമേ ഉള്ളൂ, ഈ ഏരിയയിൽ സോളിഡ് B മാത്രമേ ഉള്ളൂ, ഈ ഏരിയയിൽ സോളിഡ് Aയും യൂട്ടറ്റിക് മിക്സറും ഉണ്ട്, ഇവിടെ സോളിഡ് Bയും യൂട്ടറ്റിക് മിക്സറും ഉണ്ട്. അതുപോലെ ഈ ഏരിയയിൽ യൂട്ടറ്റിക് മിക്സർ മാത്രം, ഇവിടെ ഈ പോയിന്റിൽ ലിക്വിഡ് മെൽറ്റും യൂട്ടറ്റിക് മിക്സറും. ഇത്രയും കാര്യങ്ങളാണ് ഈ സിസ്റ്റത്തെക്കുറിച്ച് ബേസിക്കായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ.